പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന ക്ലാസ് മുറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെക്കുറിച്ചാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ചത് ഭരണഘടന നിർമ്മാണ സഭയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി. ആ ഭരണഘടന നിർമ്മാണ സഭയിൽ ഏതാണ്ട് 389 അംഗങ്ങളുണ്ടായിരുന്നു. 389 അംഗങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ വിഭജനത്തെ തുടർന്ന് അത് 324 അംഗങ്ങളായിട്ട് ചുരുങ്ങി. ഇതിലുണ്ടായിരുന്ന അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുള്ള 296 അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള 93 ആളുകളുമായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. പത്രപ്രവർത്തകർ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ, മറ്റു നിയമപാലകന്മാർ, വ്യത്യസ്തമായ തലങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തികളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കന്മാരും അതിനകത്തുണ്ടായിരുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഗാന്ധിജി ഒഴികെയുള്ള എല്ലാവരും ഉണ്ടായി, ഗാന്ധിജി മാത്രം ഉണ്ടായിരുന്നില്ല. എന്തായാലും 1946 ജൂലൈ മാസത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1946 ജൂലൈ മാസത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 210 ജനറൽ സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലെ 201 സീറ്റുകളും കോൺഗ്രസ് ജയിച്ചു. 9 സീറ്റ് മാത്രമേ കിട്ടാത്തുള്ളൂ. 210-ൽ 201 കോൺഗ്രസ്സിന് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 78 സാമുദായിക സീറ്റുകൾ ഉണ്ടായിരുന്നു. 78 സാമുദായിക സീറ്റുകളിൽ 73 എണ്ണവും മുസ്ലിം ലീഗ് ജയിച്ചു. ബാക്കിയുണ്ടായിരുന്ന 18 സീറ്റുകളിൽ അകാലികൾ 3 സീറ്റ്, അഥവാ സിഖുകാരാണത്, 3 സീറ്റിലും, യൂണിയനിസ്റ്റുകൾ 3 സീറ്റിലും, കമ്മ്യൂണിസ്റ്റ് ഒരാളും, പട്ടികവർഗം ഒരാളും, സ്വതന്ത്രർ 6 പേരും വിജയിച്ചു വരികയുണ്ടായി. ഇതായിരുന്നു അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെക്കുറിച്ചുള്ളൊരു വിവരം. ഇനി അതിൽ പ്രഗത്ഭരാരൊക്കെയെന്ന് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത് നെഹ്റു, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബുൽ കലാം ആസാദ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, BR അംബേദ്കർ, S രാധാകൃഷ്ണൻ, രാജഗോപാലാചാരി, C രാജഗോപാലാചാരി, ഗോപാലസ്വാമി അയ്യങ്കാർ, ഇങ്ങനെ കുറേ ആളുകൾ, KM മുൻഷി, BN റാവു, സരോജിനി നായിഡു, ഇങ്ങനെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അതിനകത്തുണ്ടായിരുന്നു. ശ്യാംപ്രസാദ് മുഖർജി, ദുർഗാബായി തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ഇതാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്ന് 296 പേരും, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 പേരും. ജനറൽ 210 സീറ്റ് ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾക്ക് 78 സീറ്റ് ഉണ്ടായിരുന്നു. സിഖുകാർക്ക് 4 സീറ്റ് ഉണ്ടായിരുന്നു. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ പശ്ചാത്തലം കൂടി ഒന്ന് പരിശോധിക്കാം. 1922 ഗാന്ധിജി ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇന്ത്യൻ ഭരണഘടന ഇന്ത്യക്കാർ നിർമ്മിക്കുന്നതും ഇന്ത്യൻ ജനതയുടെ ആഗ്രഹങ്ങളും സ്വാതന്ത്ര്യ ആവിഷ്കാരങ്ങളുമൊക്കെ അടങ്ങിയതായിരിക്കും ഇന്ത്യയുടെ ഭരണഘടന എന്നുള്ളത്. ഇന്ത്യൻ ഭരണഘടന എന്തായിരിക്കണം? ഇന്ത്യക്കാർ നിർമ്മിക്കുന്നതായിരിക്കണം. ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളുടെ
ഇന്ത്യൻ ജനതയുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സ്വാതന്ത്ര്യ ആവിഷ്കാരങ്ങളും അടങ്ങിയതാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് ഗാന്ധിജി ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ഒരർത്ഥത്തിൽ അത്തരത്തിലൊരു ഭരണഘടന തന്നെയാണ് നമുക്കുള്ളത്. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ച സമയത്ത് ശ്രീ എം.എൻ. റോയ് ഇന്ത്യൻ ഭരണഘടന വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലൊരു ഭരണഘടന ഉണ്ടാകുമെന്നതിൻ്റെ സൂചന 1922 എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഗാന്ധിജിയിൽ നിന്നുണ്ടായി. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ച സമയത്ത് ശ്രീ എം.എൻ. റോയിയുടെ ഭാഗത്ത് നിന്ന് വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. 1936 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫാസിപൂർ സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉയർന്നു വരുന്നു. 1939 രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം തൻ്റെ പ്രസിദ്ധീകരണമായ ഹരിജൻ എന്ന പുസ്തകത്തിൽ ഗാന്ധിജി ഭരണഘടന നിർമ്മാണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഹരിജനിൽ എന്ന പുസ്തകത്തിൽ ഗാന്ധിജി പറയുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്. ബ്രിട്ടീഷുകാർ ആദ്യമായി ഭരണഘടന നിർമ്മാണ സഭയ്ക്കു വേണ്ടിയുള്ള ആവശ്യം അംഗീകരിക്കുന്നത് 1940 ആഗസ്റ്റ് പ്രഖ്യാപനത്തിലൂടെയാണ്. പിന്നീട് ക്രിപ്സ് മിഷനും ഒടുവിൽ ക്യാബിനറ്റ് മിഷനും ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ എന്ന ആവശ്യം അംഗീകരിക്കുകയാണ്. അങ്ങനെയാണ് ചുരുക്കത്തിൽ അതൊരു ഭരണഘടനയുടെ പശ്ചാത്തലം അല്ലെങ്കിൽ ഭരണഘടന ഉണ്ടാകുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ശബ്ദങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ആ പറഞ്ഞതൊക്കെ. 1922 തന്നെ ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന ആവശ്യമുണ്ട്. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ചർച്ചകൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഇനി ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ പ്രവർത്തനങ്ങളൊന്ന് പരിശോധിക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 3 പോയിന്റുകൾ പ്രത്യേകം നോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുകയാണ്. അല്ലെങ്കിൽ ഭരണഘടന നിർമ്മാണ സഭയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അതായിരിക്കും നല്ലത്. ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം ഭരണഘടന നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ അംഗസംഖ്യയെക്കുറിച്ചാണ്. ഇതൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ +2 പഠിച്ചിട്ടുണ്ട്. ആരൊക്കെയായിരുന്നു ഭരണഘടന നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ് നിർമ്മിച്ചത്? ഭരണഘടന നിർമ്മാണ സഭയുടെ പശ്ചാത്തലം എന്തായിരുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഗാന്ധിജിയുടെ വാക്കും എം.എൻ. റോയിയുടെ വാക്കുകളും ഗാന്ധിജിയുടെ ഹരിജൻ എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചതും മാത്രമല്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക സമ്മേളനങ്ങളിലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എടുത്തൊരു തീരുമാനമായിരുന്നു നമുക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്നുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നെഹ്റു കമ്മിറ്റി. മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചു കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്, അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിൽക്കാലത്ത് ജവഹർലാൽ നെഹ്റു തന്നെ അവതരിപ്പിക്കുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് രാത്രി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു വലിയ നീണ്ട പ്രസംഗം നടത്തുന്നുണ്ട് ജവഹർലാൽ നെഹ്റു. അത് നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വിധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്നറിയപ്പെടുന്ന ആ ഒരു സംഭവം, അതിനകത്ത് ഇന്ത്യ എന്തായിരിക്കണമെന്ന് അദ്ദേഹം ഒരു ആമുഖ പ്രസംഗം നടത്തുന്നുണ്ട്. ഇതാ ഇന്ത്യ സ്വതന്ത്രമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗം. ആ പ്രസംഗത്തിൽ
നെഹ്റു പറയുന്ന മുൻപോട്ട് വെക്കുന്ന കാര്യങ്ങൾ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറയുന്ന കാര്യങ്ങൾ വളരെ നേരത്തെ ഇന്ത്യയുടെ ഒരു ഭരണഘടന ഉണ്ടാക്കണം എന്നതിൻ്റെ ഒരു തെളിവായിട്ട് അവിടെ ശേഷിപ്പായിട്ട് അവിടെ കിടക്കുകയാണ്. കാരണം കോൺഗ്രസിൻ്റെ ഓരോ സമ്മേളനങ്ങൾ 1935 കോൺഗ്രസിൻ്റെ സമ്മേളനം ഉൾപ്പെടെ ആ സമ്മേളനത്തിലൊക്കെ ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങളാണ് പിൽക്കാലത്ത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അതിലേക്കുള്ള ഒരു റൂട്ട് ബൈ റൂട്ടായിട്ട് നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള 1919 1935 ആക്റ്റുകളൊക്കെ പറയുമ്പോൾ തന്നെ 1947 ഇൻഡിപെൻഡൻസ് ആക്ട്, ഇങ്ങനെ ഓരോ ആക്റ്റുകളും അതിലേക്കുള്ള സ്റ്റെപ്പുകളായി പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന തീരുമാനങ്ങളും സമ്മേളനങ്ങളിലെ തീരുമാനങ്ങൾ കൂടി ഭരണഘടനയിലേക്കുള്ള സ്റ്റെപ്പുകളായിട്ട് നമുക്ക് കാണേണ്ടിയിരിക്കുകയാണ്. ഏതായാലും ഇന്ന് നമ്മൾ പഠിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ കുറിച്ചാണ്. ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്, എത്ര ആളായിരുന്നു ഉണ്ടായിരുന്നത്, അതിൽ നാട്ടുരാജ്യങ്ങൾ എത്രയാണ്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്ന് എത്രയാണെന്നുള്ളതൊക്കെയാണ് പഠിച്ചത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.